We shall now explain de Broglie's explanation of Bohr's postulate. നമുക്കറിയാം Bohr atom model could explain the line spectrum of hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിലെ സ്പെക്ട്രൽ സീരീസ് വളരെ നന്നായി എങ്ങനെയാണ് ആ ഓരോ സ്പെക്ട്രൽ ലൈൻസിൻ്റെയും വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി വരുന്നത് എന്നുള്ളത് നമ്മളുടെ ബാമർ ഒബ്സർവ് ചെയ്ത ബാമേഴ്സ് ഫോർമുല വിസിബിൾ റീജിയനിലുള്ള ബാമർ സീരീസ് എന്ന് നെയിം ചെയ്ത അതിലെ എല്ലാ വേവ് ലെങ്ത്തുകളും കൃത്യമായിട്ട് ബോർസ് പോസ്റ്റുലേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡിറൈവ് ചെയ്ത ഫോർമുലയിൽ അല്ലെ എനർജി ഓഫ് ദി nth ഓർബിറ്റ് ഇലക്ട്രോൺ En is equal to -13.6 by n square ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളത് ബോർസ് പോസ്റ്റുലേറ്റ് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്ത ഫോർമുലയാണ്. അപ്പോൾ യൂസിങ് ദി ബോർസ് പോസ്റ്റുലേറ്റ് we were able to explain very well all the observed phenomenon in the case of hydrogen atom. Line spectrum explain ചെയ്തു. And in 1922 Bohr received Nobel Prize for his atom model. Now de Broglie he gave an explanation to Bohr's second postulate. നമുക്കറിയാം ബോർ ആണ് he introduced quantization into the atomic physics. ആ ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോറാണ്. ബോർ പറഞ്ഞത് ഏത് ഓർബിറ്റിലും ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ സാധിക്കില്ല, ചില പർട്ടിക്കുലർ ഓർബിറ്റ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതെങ്ങനെയുള്ള ഓർബിറ്റുകളാണ്? ഓൺലി ദോസ് ഓർബിറ്റ്സ് whose angular momentum is an integral multiple of h/2π. അങ്ങനെയുള്ള ഓർബിറ്റുകൾ മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളൂ എന്നുള്ളത് ബോർസ് പോസ്റ്റുലേറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബോർ ഈ ഒരു പോസ്റ്റുലേറ്റിൽ എത്തിയത് എന്നുള്ളതിൻ്റെ ഡി ബ്രോഗ്ലി കൊടുത്ത എക്സ്പ്ലനേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡി ബ്രോഗ്ലി പറഞ്ഞിരിക്കുന്നത് ലൈക്ക് എനർജി മാറ്റർ ഓൾസോ ഹാസ് ഡ്വെൽ നേച്ചർ. എനർജി അല്ലെങ്കിൽ ലൈറ്റ് റേഡിയേഷന് നമ്മൾ പഠിച്ചു, അതിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ലൈറ്റ് ഹാസ് ഡ്വെൽ നേച്ചർ, അതായത് എനർജി ഹാസ് ഡ്വെൽ നേച്ചർ. ലൈക്ക് ദാറ്റ് മാറ്റർ ഓൾസോ ഹാസ് ഡ്വെൽ നേച്ചർ. And the wavelength associated with matter lambda is equal to h/p. ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം p ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ നേച്ചറാണ് മൊമെൻറ്റം എന്നുള്ളത് അല്ലേ, മാസിൻ്റെ വെലോസിറ്റി. മൊമെൻറ്റം p ആണെങ്കിൽ ആ പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/p and this lambda is called de Broglie wavelength. അപ്പോൾ de Broglie പറയുന്നത് ഇലക്ട്രോൺ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് can be resembled to a standing wave produced in a stretched string. നമ്മൾ +1 സ്റ്റാൻഡിങ് വേവ്സ് ഇൻ സ്ട്രെച്ച്ഡ് സ്ട്രിങ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു സ്ട്രിങ് രണ്ടറ്റവും നമ്മൾ ഫിക്സ് ചെയ്തു. ഇതിന് സ്റ്റാൻഡിങ് വേവ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഒരു സ്ട്രിങ് എടുത്ത് നമ്മൾ അതിനെ ഒന്ന് ഇങ്ങനെ പ്ലഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിൽ പല വേവ് ലെങ്ത്തുകൾ എക്സൈറ്റഡ് ആവും. എന്നിട്ട് ഒരു ബൗണ്ടറി, ഫിക്സഡ് ബൗണ്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നോഡായിരിക്കും ഫോം ചെയ്യുക. ക്ലോസ്ഡ് ബൗണ്ടറി ആകുമ്പോൾ ഈ ഇൻസിഡൻറ്റ് വേവ് ഈ റിജിഡ് ബൗണ്ടറിയിൽ തട്ടിയിട്ട് ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. അപ്പോൾ ബൈ ദ സൂപ്പർ പൊസിഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് വേവ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് വേവ് സ്റ്റേഷനറി വേവ്സ് ഓർ സ്റ്റാൻഡിങ് വേവ്സ് ആർ ഫോംഡ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ജസ്റ്റ് ലൈക്ക് സ്റ്റാൻഡിങ് വേവ്സ് ആർ ഫോംഡ് ഇൻ എ സ്ട്രിങ്, ദ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് it is forming a standing wave pattern. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു കൺസിഡർ ദ ഇലക്ട്രോൺ ആസ് എ സ്റ്റാൻഡിങ് വേവ് ഇൻ ആൻ ഓർബിറ്റ് എന്നാണ് നമ്മുടെ ഡി ബ്രോഗ്ലി കൊടുത്ത എക്സ്പ്ലനേഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആയിട്ടല്ല റിവോൾവ് ചെയ്യുന്നത്, അതൊരു സ്റ്റാൻഡിങ് വേവ് ആയിട്ടാണ്, ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഇലക്ട്രോൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡിങ് വേവ് ആണെങ്കിൽ ദ ഡിസ്റ്റൻസ്, അപ്പോൾ നമുക്കറിയാം സ്ട്രിങ്ങിൻ്റെ കേസിൽ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും കൂടി വരച്ചു കഴിഞ്ഞാൽ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് അല്ലേ. ഇത് ഇറ്റ് വിൽ ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് വെർ n ഈസ് ആൻ ഇൻറ്റിജർ, n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. അപ്പോൾ ഇവിടെ ദ ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ വേവ്, ഡിസ്റ്റൻസ് അവൈലബിൾ ഫോർ ദ ഇലക്ട്രോൺ വേവ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ദ റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റ് ഈസ് r. അപ്പോൾ ഇവിടെ വരുന്നത് ന്യൂക്ലിയസ് ആണ്. സെൻറ്ററിൽ വി ഹാവ് ദ ന്യൂക്ലിയസ് ആൻഡ് r ഈസ് ദ റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റ്. അങ്ങനെ ആവുമ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ദി
total length of the electron orbit. Total length of the electron orbit is the circumference of that circle of radius r, that is 2 pi r. അപ്പോൾ 2 pi r ആണ് ടോട്ടൽ ലെങ്ത്. ആ ലെങ്ത് വിൽ ബി ഈക്വൽ ടു ആൻ ഇൻ്റഗ്രൽ നമ്പർ ഓഫ് വേവ് ലെങ്ത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു n ലാംഡ എന്നാണ് ഡി ബ്രോഗ്ലി പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ഇതിൽ വരച്ചിരിക്കുന്നതിൽ ഇത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു വേവ് ആയി അല്ലേ. അപ്പോൾ ഇത് ഒരു വേവ് ലെങ്ത്. ഈ അടുത്ത വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 വേവ് ലെങ്ത്തുകളാണ് ഉള്ളത് അല്ലേ, 1, 2, 3. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ന്യൂക്ലിയസ് വരച്ചു, വി ആർ ഡ്രോയിങ് ദ ഓർബിറ്റ്. ഇനി ഇങ്ങനെയുള്ള എനി നമ്പർ ഓഫ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആയിരിക്കണം. സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 വേവ് ലെങ്ത്തുകളാണ് ഇതിലുള്ളത്. സോ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത്. ഇനി വേവ് ലെങ്ത് ലാംഡ എന്താണ്? h/p ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 pi r is equal to n into h/p. p എന്ന് പറഞ്ഞാൽ that is the momentum of the electron, mass into velocity. So mv എന്നുള്ളതിനെ ഈ സൈഡിലേക്ക് എടുത്തു, 2 pi താഴത്തേക്ക് എടുത്തു. mvr equal to nh/2 pi. നമ്മൾ ഓൾറെഡി പറഞ്ഞു n is an integer. അപ്പോൾ ഇതെന്താണ്? ദിസ് ഇസ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. mvr എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ. ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2 pi. സോ യൂസിങ് ബോർസ് hypothesis of using de Broglie's hypothesis of dual nature of matter, we can explain Bohr's postulate. അപ്പോൾ ഇതിൽ പറയുന്നത് സ്റ്റാൻഡിങ് വേവ്സ് ആർ ഫോംഡ് എന്നുള്ളതുപോലെ in analogy to waves on a string, particle waves can lead to standing waves under resonant conditions. So electron must be seen as a particle wave. Now the Bohr model can be explained or can be applied only to hydrogenic atoms. ഇനി എന്താണ് ഹൈഡ്രോജനിക് ആറ്റംസ്? ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Bohr model can be applied only to hydrogenic atoms. ഹൈഡ്രോജനിക് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പോലെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ, ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും ചുറ്റും ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഈ പ്രോട്ടോൺ നമ്പറിനെ പറ്റിയിട്ടല്ല നമ്മൾ ബോധേഡ് ആയിട്ടുള്ളത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇലക്ട്രോൺസ്. ഇൻ ഹൈഡ്രജൻ ദർ ഇസ് ഓൺലി 1 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ വെറും പ്രോട്ടോൺ ഇലക്ട്രോൺ ഇൻ്ററാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രോജനിക് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം, സിംഗ്ലി അയണൈസ്ഡ് +1 ചാർജുള്ള ഹീലിയം, അതുപോലെ ഡബിളി അയണൈസ്ഡ് ലിത്തിയം. ഇപ്പോൾ ഹീലിയത്തിന് അറ്റോമിക് നമ്പർ 2 ആണ് അല്ലേ. ഹീലിയം എടുക്കുകയാണെങ്കിൽ ദർ ആർ 2 പ്രോട്ടോൺസ് ഇൻ ദ ഹീലിയം ന്യൂക്ലിയസ്. അതിന് ആക്ച്വലി 2 ഇലക്ട്രോൺസ് ഉണ്ട് ഹീലിയം ആറ്റത്തിൽ. അതിൽ സിംഗ്ലി അയണൈസ് പറയുമ്പോൾ അതിൽ ഒരു ഇലക്ട്രോൺ പോയി, അപ്പോഴാണ് +1 ചാർജ്, എക്സ്ട്രാ +1 ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഇല്ല, ഇലക്ട്രോണും ഈ ന്യൂക്ലിയസും തമ്മിലെ ഇൻറ്ററാക്ഷൻ ഉള്ളൂ. അതേപോലെ ലിത്തിയം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 3 ആണ്, ഹീലിയം അറ്റോമിക് നമ്പർ 2. ലിത്തിയത്തിൽ there are 3 protons in the lithium nucleus. ഡബിളി അയണൈസ്ഡ് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺ പോയപ്പോഴാണ് അതിൽ 2 പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ വന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ച് നമ്മൾ ഡിറൈവ് ചെയ്ത ദ ഫോർമുല ഫോർ എനർജി ആൻഡ് ഓൾ അതർ ഫോർമുലാസ് ഫോർ റേഡിയൈ, വെലോസിറ്റി, ഇതിനെല്ലാം ഉള്ള ഫോർമുലകളും എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഒരു ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഇലക്ട്രോൺ ഇൻ്ററാക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ക്യാൻ ബി അപ്ലൈഡ് only to hydrogenic atoms. It cannot be applied to multi-electron atoms. അപ്പോൾ അതാണ് ഒരു ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ. ഇനി the second limitation is that it could not explain the intensity of the spectral lines. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെക്ട്രൽ സീരീസ് സ്റ്റഡി ചെയ്ത സമയത്ത് ഓരോ സീരീസ് എടുത്താലും
ആ ലോങ്ങർ വേവ് ലെങ്ത്തുകൾ, ഇപ്പോൾ ഇവിടെ ലോങ്ങർ വേവ് ലെങ്ത്, ഇത് വേവ് ലെങ്ത് ഷോർട്ട് ആവുന്നതിനനുസരിച്ച് ഇപ്പോൾ ബാമർ സീരീസിൽ ഇത് എച്ച് ആൽഫ ലൈൻ, എച്ച് ബീറ്റ, എച്ച് ഗാമ, അങ്ങനെ ഇത് വേവ് ലെങ്ത് കുറയും തോറും ദ ലൈൻസ് ബിക്കം ക്ലോസർ ടു വൺ അനദർ ആൻഡ് ഓൾസോ വീക്കർ ഇൻ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് എച്ച് ആൽഫ ലൈൻ്റെ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 656 നാനോമീറ്റർ. ആ വേവ് ലെങ്ത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ റിഡ്ബർഗ് ഫോർമുല അല്ലെങ്കിൽ ബാമർ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചു. വിസിബിൾ റീജിയൻ ബാമർ സീരീസിലുള്ള എച്ച് ആൽഫ ലൈൻ എങ്ങനെയാണ് ഈ വേവ് ലെങ്ത് വന്നത്, ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ദ ഫോർമുല 1/λ is equal to r into 1/2 square minus 1/ni square. പക്ഷേ ഇപ്പോൾ എച്ച് ആൽഫ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ 1/λ is equal to r into 1/2 square minus 1/ni square. ഇതിൽ ni എന്ന് പറയുന്നത് 3, 4, 5, 6 എക്സെട്രയാണ്. അപ്പോൾ ആദ്യത്തെ എച്ച് ആൽഫ ലൈനിൽ ni is equal to 3. പിന്നെ എച്ച് ബീറ്റ ലൈനിൽ പിന്നത്തെ ലൈനാണ് വരുന്നത് ni is equal to 4. എച്ച് ഗാമയിൽ ni is equal to 5. അങ്ങനെ മാറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get the wavelength of the different lines. But we will get the wavelength, but we cannot explain about the intensity of the spectral lines. Intensity ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് കുറയും തോറും ഈ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻറ്റൻസിറ്റി കുറയുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ബോർസ് പോസ്റ്റുലേറ്റ്. ഇൻറ്റൻസിറ്റി കുറയാൻ ആക്ച്വലി കാരണം എന്താണ്, ആ ട്രാൻസിഷൻസിൻ്റെ എണ്ണം കുറവാണ്. എണ്ണം കുറയുമ്പോഴാണ് ഇൻറ്റൻസിറ്റി കുറയുന്നത്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ബോർ മോഡൽ തരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റേഷൻ ഇസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു ഹൈഡ്രോജനിക് ആറ്റംസ്. It cannot be applied to multi-electron atoms. And the second limitation of the Bohr model is that it does not explain about the intensity of the spectral lines. It tells us only about the wavelength or frequency. Wavelength എന്ന് പറയാം അല്ലെങ്കിൽ frequency എന്ന് പറയാം. V is equal to mu lambda. V എന്നോ അല്ലെങ്കിൽ C എന്ന് കൊടുക്കാം. ലാംഡ കിട്ടിയാൽ നമുക്ക് c/λ ചെയ്താൽ ഫ്രീക്വൻസി കിട്ടി. അപ്പോൾ ഇറ്റ് ടെൽസ് us only about the wavelength or the frequency of the spectral lines and does not tell us about the intensity of the spectral lines. അപ്പോൾ അതിന് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽസ് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസും ഇൻറ്റൻസിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും.